ഒരു ചെറിയ വീഡിയോ അതൊന്ന് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. 9ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി, വീഡിയോ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല, 2ാമത്തെ നിലയിൽ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവനെ നോക്കിയേ, ഇവനെ ഇപ്പൊ നോക്കിയിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ളത്. കള്ളലക്ഷണമുണ്ട്. അല്ല, അവൻ എന്റെ അടുത്തിരിക്കുന്നുണ്ട് ചിലപ്പോ ഒരു ഭയം കാണാം, അല്ലെ ഭയം കണ്ട കാര്യമില്ല. ഞാൻ അവനെ ദത്തെടുത്തിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ അവന്റെ മുഖം എന്തായിരിക്കും? ഇപ്പൊ ഒരു ചെറിയ ചിരിയില്ലേ ഉണ്ട്. ഇനി ഇവന് തലവേദനയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാലും പിന്നെ പറയാം. ഇവന് തലവേദന എടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കി ആ വേദന അറിയാൻ പറ്റും, അല്ലേ? അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ആയാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, സങ്കടമാണോ, അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തത്, അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം എന്താണ് അവരുടെ വിഷമത്തിന് കാരണം. ഈ സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളുടെ പെൺകുട്ടികൾ സ്കൂളിൽ പോയി വന്നാലും വീട്ടിലാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് അവരെ പൂർണ്ണമായിട്ടാണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ മക്കളാണ് എന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് വെച്ചാല് ഇന്ന് മാതാപിതാക്കളും മക്കളും തമ്മിൽ വളരെയധികം അകലുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലോ, ഒന്നിച്ചിരുന്ന് കഥ പറയലോ, തല നോക്കി കൊടുത്തിട്ട് മക്കളെ ആ ഒരു സ്നേഹത്തോടുകൂടെ മക്കളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, അതിൻ്റെ ഇടയിലൂടെ പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ മുഖം കാണാതെ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പറയാനൊക്കെ പറ്റും. നമ്മള് പേ നോക്കി കൊടുക്കലും, മുടി വാർന്നു കൊടുക്കലും, അപ്പൊ ഓരോ കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ കൂടെ നമ്മൾ ചോദിക്കലും, അപ്പൊ അവർക്ക് ആ രീതിയിൽ കൂടെ ഒരു പേടിയില്ലാത്ത രീതിയിൽ നമ്മളോട് കാര്യങ്ങളൊക്കെ പറയലും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്കത് ഉൾക്കൊള്ളാം. ഏതൊക്കെ രീതിയിലാണ്, എന്താണ് അതിന്റെ ഭവിഷ്യത്ത്, എന്താണ് അതിന്റെ നന്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മക്കൾക്ക് അത് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ അമ്മമാരുടെ അടുത്തില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ അവര് മൊബൈലോ കമ്പ്യൂട്ടറോ അവരുടേതായിട്ടുള്ള ഒരു സംഭവത്തിൽ അവർ ലയിച്ച് ഇരിക്കുകയാണ്. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് മക്കളെ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അവരെ ഇരുത്തത്തിലും അവരെ നൃത്തത്തിലും അവരെ ഹാപ്പിനെസ്സിലും അവരെ സംസാരത്തിലും ഫേസ് നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഭാവം മാറി വന്നാൽ പോലും. അപ്പൊ ഇപ്പൊ എന്ന് പറയുമ്പോൾ അത് നോക്കാനുള്ള നേരമില്ലാത്ത കാരണം മക്കള് ഫുൾ സ്വാതന്ത്ര്യത്തിലാണ് വളരുന്നത്, അല്ലെ? അപ്പൊ ബാക്കിയുള്ളതും കൂടെ സാർ പറഞ്ഞൊന്ന് കേട്ടോക്കാം. ചോദിക്കാം, അത് മനസ്സിലാക്കണം. രണ്ടാമത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി 2 വാക്ക് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും, അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ? അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കത്തില്ലല്ലോ, നല്ല ശീലമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 വിലയിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടുന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്ന കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായിട്ട് കൊടുത്തിട്ട്, ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ MDMAയുടെ കാരിയറാക്കി മാറ്റി, എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി. 13ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതൊക്കെ പത്രത്തിൽ കേട്ടില്ല നിങ്ങള്? ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA ആക്കിയിട്ട് ആ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിച്ച് കുട്ടി ആ ലഹരിയിൽ, അബോധാവസ്ഥയിൽ. അവിടെ അവരെന്ത് ചെയ്യുന്ന, ആ കുട്ടീൻ്റെ നഗ്നത പിക്ക് എടുക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. പിന്നീട് ആ കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് കുട്ടീനെ ഇതിന് അടിമയാക്കുകയാണ്, വിൽക്കാനും വേണ്ടിയിട്ട്, MDMA വിൽക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൽ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് പിന്നീട് അതൊരു കുറ്റബോധം, ഇങ്ങനെയുള്ള ഹറാസിങ്ങും കൂടെ ആയപ്പോൾ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റിയില്ല. മാതാപിതാക്കളോട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. അതെന്താണ്? ബെസ്റ്റി അല്ല, ഫ്രണ്ട്സൊക്കെ പോയിപ്പോ ബെസ്റ്റി ഉണ്ട്. പിന്നെ അതൊക്കെ മേലെയുണ്ട്. അതായത് ഒരു പെൺകുട്ടിക്ക് 3 ആളെങ്കിലും ഇല്ലാതിരിക്കൂല. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ. മിണ്ടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മിണ്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് നമ്മളെ എന്തും ചെയ്യാൻ പറ്റും. ഗുണ്ടകളെ പോലെയാണ് ഇപ്പൊ ഇന്നത്തെ കുട്ടികൾ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആരായാലും നമ്മളെ ഉപദേശിക്കുമ്പോൾ, പ്രായമുള്ളവർ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം കേൾക്കാനും
അതിനൊരു പേടിയും അതിന്റെ ഒരു അച്ചടക്കവും നമ്മളെടുത്തുണ്ടായിരുന്നു. ഇന്ന് കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും മോനെ അങ്ങനല്ല ഇതിങ്ങനല്ലേ അല്ല മോളെ എന്തപ്പത് എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുകയാണെങ്കിൽ അവര് നമുക്ക് അതിന് സൈഡ് എഫക്ട് എങ്ങനെയാ തരിക അറിയോ? ഒന്നല്ലെങ്കിൽ നമ്മൾ സ്ഥാപനം തല്ലി പൊളിക്കും, അല്ലെങ്കിൽ നമുക്കിട്ട് താങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള താല്പര്യം, കാരണം രക്ഷിതാക്കൾക്ക് അതിന് നേരമില്ല. അത് തന്നെ രക്ഷിതാക്കൾക്ക് അതിന് നേരമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ നഗ്നത ഈ ഈ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഈ ബിസ്ക്കറ്റ് തിന്നണമെങ്കിൽ ആ കുട്ടി ഈ പയ്യന്റെ കൂടെ പോയതുകൊണ്ടല്ലേ. ഈ പയ്യന്റെ കൂടെ പോവാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി? അപ്പൊ അത്രയും കാലം ആ പയ്യനും അവളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടല്ലേ. ആ പയ്യൻ ഇതിനു വേണ്ടിയിട്ട് അവളെ റെഡിയാക്കി എടുക്കുകയാണെന്നുള്ളത് ആ പയ്യന് മാത്രമേ അറിയുള്ളൂ. ഈ കുട്ടിക്ക് അതറിയില്ല. അത്രയൊന്നും വകതിരിവില്ല പെൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ എന്ന് പറയുന്നതല്ല ആൺകുട്ടികൾക്കും ശരി. അവരെ പ്രായം അതാണ്. അവര് വിചാരിക്കുന്ന ലോകം മൊത്തം ഞങ്ങളെ കയ്യിലാണെന്നാണ് അവരെ വിചാരം. പക്ഷെങ്കിൽ ഒന്നും അറിയില്ല അവർക്ക്. അവര് ചെന്നപ്പെടുന്ന ഓരോ സംഭവങ്ങളും വലിയ വലിയ ആഴത്തിലുള്ള മടകളിലാണ്. ഇന്ന് നമ്മളെ കുട്ടികള് ചെറിയ ചെറിയ പിള്ളേരാണ് ആത്മഹത്യ ചെയ്യുന്നത് പല രീതിയിലും. എന്തുകൊണ്ടാണ്? അതിന്റെ ഒക്കെ ബാക്കിൽ ഇതേപോലെ ഒരു ഹരാസിങ്ങും അതുപോലുള്ള പ്രശ്നങ്ങളും ബാക്കിൽ നിൽക്കുന്നുണ്ട്. ചിലത് മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കൾ അറിയുന്നുള്ളൂ. അത് പിന്നീട് പറയാനും മാതാപിതാക്കൾ പറയില്ല. കാരണം ഒന്നാമത്തെ അപമാനം, രണ്ടാമത്തെ കുട്ടി നഷ്ടപ്പെട്ടല്ലോ, പിന്നെ എന്തിനാ പറയുന്നത് എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. ഏത് മാതാപിതാക്കൾ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്? ഇനിയും മക്കൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലെ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റുള്ള ഡോക്ടർമാരുമാണ് പിന്നെയും അത് പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കേട്ടോക്കാം. വരുന്ന വാർത്തകളാണ് ഞങ്ങൾ കേസ് എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് മക്കളുമാരും അമ്മയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം. സംസാരിക്കണം, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കേണ്ട. കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും. ആ ശീലമേ വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറുത്തത്? 14കാരൻ അമ്മയുടെ കഴുത്തറുത്ത കണ്ടോ? ഇവിടെ 14കാരനായിട്ടുള്ള കുട്ടി, അല്ല 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി തൊട്ടപ്പുറത്ത് ആത്മഹത്യ ചെയ്തു. എന്താ കഴിച്ചറിയോ? ആ അമ്മയുടെ മൊബൈൽ ഫോണിൽ എടുത്ത് കളിച്ചിട്ട് 1.87 ലക്ഷം രൂപയാണ് ഗെയിമിങ്ങിലൂടെ നഷ്ടപ്പെട്ടത്. 1. 2, ആ കുട്ടി കളിച്ച ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ അവനെ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ച ഗെയിം. അപ്പൊ നമ്മൾ ഈ പബ്ജിയും ഫ്രീ ഫയറും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കളിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളുമാരെ നഷ്ടപ്പെടുമെന്നും നാളെ നമുക്കെതിരായിട്ട് അവർ വിരൽ ചൂണ്ടുമെന്നും കൂടെ ആലോചിക്കണം. അപ്പം ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. രക്ഷിതാക്കൾക്ക് 4 കണ്ണുകൊണ്ടോ 6 കണ്ണുകൊണ്ടോ നോക്കിയാൽ ഇന്ന് മക്കളെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നടന്നു പോകുന്നത്. ഓരോ വീട്ടിലുള്ള ഓരോ രക്ഷിതാക്കളും വളരെയധികം കെയറോടുകൂടെ മക്കളെ നോക്കിയാൽ നമ്മളെ മക്കള് ഒരുവിധം തെറ്റുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നല്ല രീതിയിൽ, നല്ല സ്നേഹത്തിൽ, നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ബന്ധപ്പെട്ട് ആ രീതിക്കനുസരിച്ചിട്ട് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം എന്ന് വിചാരിക്കണം. വെറും പഠിത്തം മാത്രം, പൈസ മാത്രം കൊടുത്തതുകൊണ്ട് നമ്മളെ കടമ തീരൂല. അതായത് ഇപ്പൊ പഠിക്കാനുള്ള ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്ത് ചോദിക്കുമ്പോഴും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോ രക്ഷിതാക്കളുടെ കടമ അതാണ്. പിന്നെ വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അവർ ചോദിക്കുന്ന വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ടൂറ് പറഞ്ഞയക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടില് പഠനത്തിനുള്ളത് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രക്കല്ലേ ഒരു രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കരുത്. ഇപ്പൊ പറഞ്ഞില്ലേ സാറേ, ചെറുപ്പത്തിൽ തന്നെ എന്റെ മക്കളും ചെയ്യലുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഒരു മൊബൈലില് കാർട്ടൂൺ അവിടെ കാണിച്ചു കൊടുക്കും, എന്നിട്ട് ചോറ് അങ്ങനെ കൊടുക്കും. അത് ഈ കുട്ടി അറിയുന്നില്ല ഈ ചോറ് എന്താണ് എന്റെ വായൽക്ക് വെച്ച് തരുന്നത്. കാരണം കുട്ടി ഇതിന്റെ ശ്രദ്ധയിലാണ്, അറിയാതെ വായിൽ ഇങ്ങനെ കൊടുക്കുന്നത് ഇറക്കി അങ്ങോട്ട് വിടും. രക്ഷിതാക്കൾക്ക് ഒരു പണിയില്ല. കാരണം എന്താ? അതാണ്ട് കഴിഞ്ഞ് പണിയും കഴിഞ്ഞ് അതാണ്ട് മേടിച്ചു അവരാണ്ട് പോയി. ഇതെന്താ ഇവിടെ നടന്നതെന്നുള്ളത് ആ കുട്ടിക്ക് പോലും അറിയില്ല. വിശക്കുന്നുണ്ടെന്ന് അറിയില്ല, ഭക്ഷണമാണെന്നുള്ളത് അറിയില്ല, കഴിച്ച് വയറ് വീർത്തിക്കണമെന്നും അറിയുന്നില്ല, വിശപ്പ് കെട്ടുമെന്നും അറിയുന്നില്ല, വിശപ്പിന്റെ മൂല്യം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പണ്ട് ഒരു ഉരുള ചോറ് കൊടുക്കണമെങ്കിൽ കിലോമീറ്ററോളം നടക്കും. അത് കയ്യിലും പിടിച്ച് ഒക്കത്ത് കുട്ടിനും പിടിച്ചിട്ട് കൈ കടഞ്ഞു മുറിയും. ഒരു ഉരുള ചോറിന് വേണ്ടി അമ്പിളിമാമനെ കാണിക്കണം, എന്തൊക്കെ കാണിക്കണം. രാത്രിയാണെങ്കിൽ പകലാണെങ്കിൽ നമ്മ കാക്ക, പൂച്ച, ആന, ഒട്ടകം എന്ന് പറഞ്ഞ മാതിരി എല്ലാ ജീവജാലങ്ങളും ഉറുമ്പിനെ വരെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അത് അങ്ങോട്ട് കാണും, ഇത് ഇങ്ങോട്ട് കാണും, അത് പോകണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വായ അങ്ങോട്ട് തുറന്ന് കിട്ടാൻ അത്രയും പാടാണ്. അതിനുള്ളിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കാൻ അല്ലെ. അപ്പൊ ആ ഒരു പഠിത്തം അന്ന് ആ ഒരു ശീലവും ഇന്നത്തെ ഒരു ശീലം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലെ.
അന്നത്തെ മക്കള് ഒരു വിധമൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ കയ്യിൽ മൊബൈൽ കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ മൊബൈലായിട്ടാണ് ജനിച്ചു വളർന്നത് തന്നെ. നമ്മളെക്കാളും കൂടുതൽ അവർക്ക് അതിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെ ആപ്പുകൾ കയറ്റാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് രക്ഷിതാക്കളെക്കാളും കൂടുതൽ മക്കൾക്ക് അറിയാം. എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഈ മൊബൈൽ നമ്മൾ കൊടുത്തില്ലെങ്കിലും ആ മൊബൈൽ കൊടുക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എത്ര പൈസ വേണമെങ്കിലും അവർക്ക് കൊടുക്കാനും അതുപോലെ മൊബൈൽ കൊടുക്കാനും ഒക്കെ പുറത്തുള്ള ആൾക്കാർ കുറെ ഉണ്ട്. അങ്ങനെ സഹായിക്കുന്നവരുണ്ട്. അത് അവരെ മക്കളെ സഹായിക്കല്ല, സ്നേഹം കൊണ്ടുമല്ല. ഇന്ന ദിവസം എന്നുള്ളത് ഒരു ടൈം ടേബിൾ വെക്കാതെ എനി ടൈം അവരുടെ ബാഗ് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയുള്ള ഒരു ചിന്ത മക്കൾക്ക് ഉണ്ടാവുമ്പോൾ ബാഗിൽ അങ്ങനെയുള്ളത് ഉണ്ടാവില്ല. ബാഗ്, ഡ്രസ്സ്, അവരുടെ റൂം ഒരു മോശമായിട്ടോ അവർക്കൊരു അപമാനമായിട്ടോ അവർക്ക് സംശയമായിട്ടോ തോന്നേണ്ട ഒരു രീതിയിലും അല്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റും. രക്ഷിതാക്കളല്ലേ നമ്മളെ മക്കൾ നല്ല വളരാൻ വേണ്ടി കുറച്ച് സാഹസികമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. കുറച്ച് എന്താണ് CID-കളായിട്ട് നമ്മൾ നിൽക്കണം. അതൊക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് അവർക്ക് മനസ്സിലായാൽ നാളെ അവർക്ക് മനസ്സിലാവും അതെന്താണ് അതിന്റെ ഉപകാരം ഉണ്ടായത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവണം. എന്നാലേ നമ്മളെ മക്കൾ, കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ലഹരി എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ പല സ്ഥലത്തുനിന്നും പിടിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. പക്ഷെ സ്കൂൾ, കോളേജ് കേന്ദ്രം മാക്കിയിട്ട് മാത്രമാണ് ഈ സംഭവം ഇറക്കണമെന്ന് ഞാൻ പറയുന്നത്. പെൺകുട്ടികളൊക്കെ ലഹരിക്ക് അടിമയായിട്ടാണ്. ഓരോന്നിനൊക്കെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 5ഉം 6ഉം ആമ്പിള്ളേരും കൊണ്ട് ഒരു ചെറിയൊരു പൊട്ടാസിന് പോലത്തെ ഒരു പെൺകുട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഈ സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇന്നലെ ഞാൻ ആ ഇടവഴിക്ക കൂടെ പോകുമ്പോൾ ഓരോ സ്ഥലത്തും മുക്കില്, മൂച്ചിന്റെ ചോട്ട്, തെങ്ങിന്റെ ചോട്ട്, പാടത്ത്, പറമ്പില്, ഓരോ വീട്ടിന്റെ മൂലക്കില് ഒക്കെയാണ് ആമ്പിള്ളേരും പെമ്പിള്ളേരും ഇരിക്കുന്നത്. അറിയോ? അവര് വന്നിക്കുന്നത് അഡ്മിഷൻ എടുക്കാനും റിസൾട്ട് അറിയാനും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ആ വരുന്ന വൈകുന്നേരങ്ങളിൽ മോന്തിയൊക്കെ ആവും അവര് തിരിച്ചു പോകുമ്പോൾ. അത്ര ടൈം ഒരു ആമ്പിള്ളേരെ കയ്യും പിടിച്ചിട്ട് ഓരോ സ്ഥലത്ത് നിൽക്കണ് 3ഉം 4ഉം പെമ്പിള്ളേരും 2 ആമ്പിള്ളേരും, 4-5 ആമ്പിള്ളേരും ഒരു പെണ്ണും, ഇങ്ങനൊക്കെ ആയിട്ട് കെടുക്കലും ഇരിക്കലും ഒക്കെ ആയിട്ട് ഒരു മൂലൊക്കെ പോയിട്ട് അവരെ ലോകം തന്നെ വരണം. അവിടേക്കൊക്കെ നമ്മൾ പോയിട്ട് ചെന്നായ്ക്കൾ കടിച്ചിട്ടുമാര് നമ്മളെ പിന്നാലെ വരും. കണ്ടിട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നില്ല. കാലത്തിന്റെ അവസാനമാണ്, അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ പെൺകുട്ടികളെ, ആൺകുട്ടികളെ നല്ല നോക്കണം. പെൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളെ മാത്രം നോക്കുക, ആൺകുട്ടി അല്ലേന്ന് വിചാരിച്ചിട്ട് കയറൂരി വിടല്ലേ, ശ്രദ്ധിക്കാതിരിക്കല്ലേ. കാരണം ആൺകുട്ടിനും പെൺകുട്ടിനും നല്ല രീതിയിൽ നോക്കിയെങ്കിൽ തന്നെ നമ്മളെ മക്കള് ഒരു വിധം കൊണ്ട് കയറി വരുള്ളൂ. പിന്നെ അവർക്ക് പകുതി ആവുന്ന വരെ നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് മാറ്റാതിരിക്കുക, ശ്രദ്ധിക്കുക. എനി ടൈം രാത്രി ഉറങ്ങുമ്പോൾ പോലും അവർ ഉറങ്ങുകയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങുക. അത് വേണം. കാരണം ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, 9 വയസ്സ് ആയ 9ാം ക്ലാസ്സിലായ ഒരു പെൺകുട്ടിയുടെ കട്ടിന് താഴെ 3 ദിവസം കാമുകൻ ഒളിച്ചിരുന്നു. +1 ചേച്ചിക്കും അറിയായിരുന്നു. അവർ മിണ്ടിയില്ല. കാരണം അവളും ചെയ്യുന്നുണ്ടായിരിക്കും, അപ്പൊ ഇവളും മിണ്ടില്ല. കാരണം താഴത്തത് റൂം മൊത്തം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് ആരെങ്കിലും ചെയ്യോ? കാരണം എനി ടൈമും ഡോറ് തുറന്നിട്ട് പോകാനും വരാനുള്ള സൗകര്യങ്ങളല്ലേ വരിക. അച്ഛനും അമ്മയും മുകളിലാണെന്ന്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ. അതൊന്നും ആ പ്രൈവസി എങ്ങനെ ഉണ്ടെന്ന്. ഇവരെ മുകളിലാക്കിയിട്ട് ഇവര് താഴെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാല് രാത്രിയായാലും പകലായാലും ആരെങ്കിലും പെട്ടെന്ന് ഡോറ് തുറന്നാലും ഒരു ഗസ്റ്റ് വന്നാലും എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പറ്റാത്ത എന്തുണ്ടെങ്കിലും ഒക്കെ തുറക്കാനും വാതിൽ തുറക്കാനും ഒക്കെ കാരണന്മാരല്ലേ താഴെ വേണ്ടത്, മാതാപിതാക്കളല്ലേ താഴെ വേണ്ടത്, മക്കളെല്ലാം മുകളിലായിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൈവസി അവർ ചോദിച്ചു വാങ്ങിയതായിരിക്കാം. എല്ലാ രക്ഷിതാക്കൾ അങ്ങനെ ആക്കി. ഇവര് റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരില്ല എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവർക്ക് ഇവിടെ എന്ത് ലോകമോ എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കെയറിങ് ഉണ്ട് ആ മാതാപിതാക്കൾക്ക് മക്കളോട് എന്നുള്ളത്. ഇതാണ് ഇപ്പൊ നടക്കുന്നത് മൊത്തം. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്തെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്.